توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളെ, അല്ലാഹു നൽകിയ ഒരുപാട് കാരുണ്യങ്ങളില്ലേ, ആ കാരുണ്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ദുനിയാവിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ജീവിതം തന്നെ ദുനിയാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ, നന്മയില്ലെങ്കിൽ, നന്മയുടെ മനസ്സില്ലെങ്കിൽ, നാം തിന്മയിലേക്ക് അടിമപ്പെട്ടു പോയാൽ സഭയില് രാജാതിരാജനായ തമ്പുരാൻ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ മനുഷ്യനോടും ചോദിക്കുമത്രേ, അവന് നൽകിയ ജീവിതത്തിൽ അവൻ എത്ര നന്മ ചെയ്തുവെന്ന്, എത്ര തിന്മ ചെയ്തുവെന്ന്. തിന്മകൾ ചെയ്തവന് പോകാം നരകത്തിലേക്ക്, നന്മ ചെയ്തവന് പോകാം സ്വർഗത്തിലേക്ക്. ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാര്, ഒരുപാട് മഹാന്മാരായിരുന്ന ആളുകൾ തന്റെ ജീവിതത്തില് ആത്മീയമായ അന്തരീക്ഷം ആത്മാവിൽ കൊണ്ടു നടന്നില്ലേ, ആത്മാവിൽ സൃഷ്ടിച്ചു നടന്നില്ലേ. മഹാനായിരുന്ന സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ മഹാപണ്ഡിതനായിരുന്ന ശംസുൽ ഉലമാ, അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഒട്ടനവധി മഹത്തുക്കള് തന്റെ ജീവിതത്തിൽ ആത്മീയമായ അന്തരീക്ഷം കൊണ്ടുവന്നില്ലേ, ദുനിയാവിനെ അവര് വലിച്ചെറിഞ്ഞില്ലേ. മഹാനായിരുന്ന ചെറുശ്ശേരി ഉസ്താദ് തന്റെ ജീവിതത്തിൽ ഇതേവരെ ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിച്ചില്ല, ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരാ. അവരൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാര് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരാ. പിന്നെ എന്തേ മനുഷ്യ നിന്റെ മനസ്സകത്ത് നന്മയില്ലാതെ പോയത്, തിന്മയില്ലാതെ തിന്മയെല്ലാം അധികരിപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ മുമ്പോട്ട് കൊണ്ടുപോയത്? വേണ്ട വേണ്ട, ദുനിയാവിനെ പാകപ്പെടുത്തിക്കൊണ്ട്, ദുനിയാവിൽ സമ്പത്തുണ്ടാക്കിയിട്ട്, കോടികൾ ഉണ്ടാക്കിയിട്ട്, സമ്പത്ത് മറിച്ചിട്ട്, പണം മറിച്ചിട്ട്, അതുപോലെ തന്നെ ഒരുപാട് പലിശക്ക് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ട് നിന്റെ ദുനിയാവില് സുഖങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യ, സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യ, നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല. ജീവിതത്തിൽ നന്മ വേണേ, തിന്മയെ അപ്പടി നമ്മൾ ഒഴിവാക്കണേ, തിന്മയെ അപ്പടി നമ്മൾ ഒഴിവാക്കണേ, നന്മയുള്ള മനസ്സാകണേ. ദുനിയാവിൽ അല്ലാഹു നൽകിയ ഒരുപാട് നിമിഷങ്ങള്, ഒരുപാട് സമയങ്ങളില് എന്റെ ഉമ്മ ഇന്ന് മഗ്‌രിബിന്റെ ഓത്തില് തന്റെ വീടിന്റെ അകത്തളത്തിലൂടെ കടന്നു പോകുമ്പോഴേ, പണ്ടെല്ലാം കാലഘട്ടത്ത്, പണ്ടുള്ള നൂറ്റാണ്ടുകൾക്കൊപ്പന്റെ ഉമ്മമാരുടെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നാൽ മൗലിദിന്റെ ആരവങ്ങളായിരുന്നു, അതുപോലെ തന്നെ സലാത്തിന്റെ പാരായണമായിരുന്നു, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ മജ്‌ലിസിന്നൂറല്ല നിലനിർത്തി പോയിരുന്നു. പക്ഷേ ഇന്നെന്റെ ഉമ്മമാരുടെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നാൽ അതില്ല, അവർ ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുകയാ, ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട് ജീവിക്കുകയാ, ദുനിയാവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയാ, ദുനിയാവിലെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുന്ന മനുഷ്യ, അല്ലാഹു നാളെ നോക്കില്ലേ, അല്ലാഹു നാളെ നിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട്, നിന്റെ നന്മയിലേക്ക് നോക്കിയിട്ട്, നിന്റെ തിന്മയിലേക്ക് നോക്കിയിട്ട് അല്ലാഹു നിനക്ക് നരകമാണെങ്കിലും നരകത്തിലേക്ക് നിന്നെ അയക്കില്ലേ. ഈ ജീവിതത്തിൽ ഒട്ടനവധി തിന്മകളാ ചെയ്തത്, ദുനിയാവിനെ പ്രേമിച്ചു നടന്നില്ലേ, ദുനിയാവിനെ സ്നേഹിച്ചുകൊണ്ട് നടന്നില്ലേ. വേണ്ട വേണ്ട, നമുക്ക് വേണ്ട, ദുനിയാവിനെ നമുക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ നൽകിയ അനുഗ്രഹങ്ങളെമ്പാടുമുണ്ടല്ലോ. ആ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും തന്റെ നയനങ്ങളൊന്ന് കണ്ണുനീരുകൊണ്ട് നനച്ചാൽ, തന്റെ നയനങ്ങളിൽ നിന്ന് കണ്ണീർ മുത്തുകൾ അടർന്നു വീണാൽ അതെത്ര നന്നായേനെ. ചെയ്താൽ നമുക്ക് സ്വർഗത്തിലാണ്, സ്വർഗത്തിലെ അനുഭൂതി, സ്വർഗത്തിലെ സൗകര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം, സ്വർഗത്തിൽ കടന്നുകൊണ്ട് നമുക്ക് ഉല്ലസിക്കാം. പക്ഷേ നരകം നാം ആരും ചോദിച്ചു വാങ്ങരുതേ, നരകം നാം ചോദിച്ചു വാങ്ങരുതേ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഉറക്കെ, അല്ലാഹുവിന്റെ റസൂൽ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് കാര്യങ്ങൾ എന്റെ സമുദായത്തിന് രണ്ട് രോഗങ്ങൾ നിന്നുകൊണ്ട് പിടിപെട്ടുകൊണ്ട് എന്റെ സമുദായം നശിക്കുന്നതാണ്. രണ്ട് രോഗങ്ങളാ. ഒന്നാമത്തെ രോഗമേതാ? ഹുബ്ബു ദുനിയാ. അത് ഹുബ്ബു ദുനിയാ. അത് ദുനിയാവിനോടുള്ള പ്രേമമാ, ദുനിയാവിനോടുള്ള സ്നേഹമാ, ദുനിയാവിനോടുള്ള സ്നേഹമാ. സുഹൃത്തുക്കളെ, ദുനിയാവിനോടുള്ള അനുകമ്പയാ, ദുനിയാവിനോടുള്ള മുഹബ്ബത്താണ്. അതുകൊണ്ട് ആ രോഗം വന്നുകൊണ്ട് എന്റെ സമുദായം നശിക്കുന്നതാ. റസൂലുള്ളാഹി പറഞ്ഞത് എത്ര നല്ലതാണ്. ജീവിതം തന്നെ മറ്റു കാമികയുടെ പുറകിൽ ചെന്നുകൊണ്ട് ജീവിതത്തില് അല്ലാഹു നൽകിയ ഒരുപാട് സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുമ്പോ എന്തിനേ മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല, മനസ്സിൽ കടന്നു വരുന്നില്ല, നമ്മളുടെ ആത്മാവിലേക്ക് കടന്നു വരുന്നില്ല. അയലത്തെ പെൺകുടിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട്, അയലത്തെ പെൺകുടിയുടെ ജീവിത രീതി കണ്ടുകൊണ്ട്, അവരുടെ ശരീര ഭംഗി കണ്ടുകൊണ്ട്, തന്റെ മതിൽ ചാടിക്കൊണ്ട് അവരുടെ വീടിന്റെ അകത്തളത്തിലേക്ക് ചെന്നുകൊണ്ട് ആ പെണ്ണിനെ വ്യഭിചരിക്കാനും പീഡിപ്പിക്കാനും ഈ മുസ്ലിം ഉമ്മത്തിന്റെ യുവതീ യുവാക്കൾ തിരിഞ്ഞപ്പോ, ഈ 21ാം നൂറ്റാണ്ടിലെ സഹോദരി സഹോദരന്മാര് തുനിഞ്ഞപ്പോ, എവിടെയാ റബ്ബിനെ കുറിച്ചിട്ട് പേടി, അല്ലാഹുവിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചിന്തയാ മനുഷ്യ? നമുക്ക് ചിന്തയേ ഇല്ല, അല്ലാഹുവിനെ കുറിച്ചിട്ട് നമുക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മൾ വ്യഭിചരിക്കുന്നു, പക്ഷേ നമ്മൾ പീഡിപ്പിക്കുന്നു. പലതോ അങ്ങാടിയുടെ മുക്കിലും മൂലയിലും ചെന്നുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാൻ കള്ളു കുടിച്ചുകൊണ്ട് തിമിർത്താടാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കുമ്പോ എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ളവരെ? ന്യൂഇയറായാൽ മതിയില്ലേ രാത്രിയുടെ യാമങ്ങളിൽ ചെന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ ചെന്നുകൊണ്ട് ഗാനമേളയിലും മറ്റ് ലഹരിയിലും അടിമപ്പെട്ടുകൊണ്ട് അതിലേക്ക് തന്റെ ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകുന്ന എത്രയോ ചെറുപ്പക്കാരന്മാരെ നമുക്കറിയാം, എത്രയോ ചെറുപ്പക്കാരികളെ നമുക്കറിയാം. എന്നാൽ എന്റെ മകനെ, അല്ലാഹു നൽകിയ ജീവിതത്തെ നീ വെറുതെ വിടല്ലേ. അല്ലാഹു നൽകിയ ജീവിതത്തിലെ സമയങ്ങൾ നീ വെറുതെയാക്കല്ല മനുഷ്യ, വെറുതെയാക്കല്ല മനുഷ്യ. അല്ലാഹു നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ദുനിയാവിനോടുള്ള പ്രേമം നമ്മൾ ഒഴിവാക്കണം, ദുനിയാവിനോടുള്ള സ്നേഹം നമ്മൾ ഒഴിവാക്കണം. നമുക്ക് സൗകര്യങ്ങൾ വേണ്ട, കാറുകൾ വേണ്ട, ആഡംബരങ്ങൾ വേണ്ട. എന്നിട്ട് ജീവിതം നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകൂ. റസൂലുള്ളാഹിന്റെ ജീവിതം അത് തന്നെയായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് തന്നെയായിരുന്നല്ലോ. ജീവിതത്തിൽ ഒരു